ഹായ് ഹലോ വെൽക്കം ബാക്ക്. റൂമിൽ ഇരുന്നപ്പോൾ നല്ല മഴയുടെ ഒച്ച. അപ്പോൾ വേഗം സിറ്റൗട്ടിലോട്ട് വന്നപ്പോൾ എന്ത് തകർത്ത മഴ പെയ്യുന്നേ നോക്ക്. ഒച്ച പോലെ നല്ല ഹെവി റെയിൻ ആയിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴയുണ്ടോ? ഇവിടെ രാവിലെ മുതൽക്കേ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ടിരുന്നതുകൊണ്ടാണ് തോന്നുന്നു മഴയൊന്ന് എൻജോയ് ചെയ്യാനൊരു മൂഡ്. അങ്ങനെ കുറേ നേരം മഴയത്ത് നിന്ന് കളിക്കുകയാണ്. അത്യാവശ്യം ഞാൻ നനയുന്നുണ്ട്, വെള്ളം വീഴുന്നതാണപ്പോൾ നിങ്ങൾക്ക് അറിയാം. എന്നാലൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുനാളിലൊക്കെ എന്തോരം മഴ നനയുമായിരുന്നു. ഇപ്പോൾ ഒട്ടും ഇങ്ങനെ നനയുന്നില്ല. ഇനി അടുത്ത മഴ പെയ്യുമ്പോൾ വെളി ഇറങ്ങി നനഞ്ഞു നോക്കണം. പനി പിടിക്കും, ഓഫ് കോഴ്സ് അതറിയാം. എന്നാലൊരു കൊതി പോലെ കുറേ നേരം പടിയുടെ സൈഡിലൊക്കെ നിന്ന് നമ്മൾ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഞാൻ നനഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈയുടെ ഭാഗത്തൊക്കെ ഫുൾ കംപ്ലീറ്റ് വെള്ളമായി, മുടി നന്നായിട്ട് നനഞ്ഞു. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുപ്പൊക്കെ കണ്ടപ്പോൾ മമ്മി പറയാണ്, ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി ആക്കാമെന്നൊരു വാഗ്ദാനം ഞാൻ കൊടുത്തിരുന്നു. എന്നെ ആ വഴിക്ക് കണ്ടില്ല. അപ്പോൾ അതിന് എനിക്കൊരു വിളി വന്നു. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് പോയി. മമ്മി തൻ്റെ മീൻകറിക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി ആ പ്രിപ്പറേഷനിലാണ്. എൻ്റെ കോവയ്ക്കാണ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കോവയ്ക്ക് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ എക്കോക്കുട്ടൻ്റെ മത്തങ്ങ സെറ്റ് ചെയ്യണം. അതൊന്ന് കുഞ്ഞുകുഞ്ഞാ അരിഞ്ഞ് വെക്കുകയാണ്. എക്കോയുടെ ഫേവറേറ്റ് ഫുഡാണ് മത്തങ്ങയും ചിക്കനും. അപ്പോൾ അതാണ് അവൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഇനി നമുക്ക് കോവയ്ക്ക കട്ട് ചെയ്യാം. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് മസാല മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പുരട്ടിയെടുക്കുന്ന ഒരു മെഴുക്കുവരട്ടി. ഇവിടെ നിന്ന് നമുക്ക് തോരന് വാഴക്കൂമ്പാണ് നമ്മുടെ വീട്ടിൽ തന്നെ ആയത്. നല്ല ഷേപ്പ് അല്ലയോ? ഈ ഷേപ്പ് പോലെ തന്നെ അത് അരിയാൻ നേരം മമ്മി എന്നെ കാണിക്കുമായിരുന്നു. അതിൻ്റെ ആ ഒരു പൂവിന് പ്രത്യേകതയുണ്ട്. വാഴയുടെ നമ്മുടെ പഴം പോലെ ഇരിക്കുന്ന അതിൻ്റെ ഇതളുകൾ കാണാനാണ്. ശരിക്കും അത് ഒന്നുകൂടെയൊക്കെ നിന്നായിരുന്നേ പഴമായിട്ട് വരേണ്ട കൂമ്പായിരുന്നു എന്നൊക്കെ മമ്മി പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല സയൻറ്റിഫിക് വശങ്ങൾ. പക്ഷെ സത്യമാണ്, ഒരു വാഴയുടെ പഴം അരിയുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തോരനുള്ളത് സൈഡിലാകുന്നു. ഇന്ന് നല്ല മുളകിട്ട് വറ്റിച്ച മീൻകറിയുണ്ട്. ആ മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. കിളിമീനായിട്ടാണ് നമുക്ക് മീൻകറിയായിട്ട് എടുത്തേക്കുന്നത്. മഴ ഇപ്പോഴും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അത്യാവശ്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ടെന്ന്. ഇന്ന് മൊത്തത്തിൽ എനിക്ക് മഴ എൻജോയ് ചെയ്യുന്നൊരു മൂടാണ്. കുറേ നേരം ഇവിടെ കറങ്ങി അടിച്ച് തന്നിട്ട് വീണ്ടും കിച്ചണിലോട്ട് വന്നു. ഇതാണ് നമ്മുടെ മെഴുക്കുവരട്ടി. വലിയ പണിയൊന്നും ഇതൊന്ന് വരട്ടി ഒന്ന് റോസ്റ്റാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു നമുക്കിന്ന് ലഞ്ച് കൂടെ കാണിച്ചിട്ട് പോവാമെന്ന്. വാഴക്കൂമ്പ് തോരനും മീൻ വറുത്തതും മീൻ കറി എല്ലാം ഉള്ളൊരു നൈസ് ലഞ്ചായിരുന്നു. ഞങ്ങളിവിടെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ, അപ്പോൾ പിന്നെ കാണാം. ബൈ.